ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു വാട്ടേ ഈറ്റിനിടെ വീഡിയോ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ബ്രഷൊക്കെ ചെയ്ത് വന്നാൽ ആദ്യം കുടിക്കുന്നത് ഇളം ചൂടുവെള്ളം കേട്ടോ. കാപ്പി ചായ അതൊന്നും കുടിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ക്ലിയർ സ്കിന്നാക്കാനൊക്കെ വളരെ നല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം ഇത് ശീലമാക്കിക്കോ കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ഗ്ലാസ് പാലാണ് കുടിച്ചു. അതിലൊരു 2-3 കുങ്കുമപ്പൂവൊക്കെ ഇട്ടു. അത് നമുക്ക് ബ്ലഡൊക്കെ വെക്കാൻ നല്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടായിരുന്നു, നല്ല ആവി വറക്കുന്ന ചൂട് പുട്ട്. അങ്ങനെ പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ 3 പഴം എടുത്തു കേട്ടോ. എനിക്ക് പുട്ടും പഴത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം പുട്ടും കടലയും പുട്ടും പയറും പിന്നെ അങ്ങനെയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനോന്ന് ഞാൻ കരുതി. പക്ഷേ മടി കാരണം ഞാനത് ചെയ്തില്ല. പുട്ടും പഴവും മാത്രം കഴിക്കാമെന്ന് കരുതി. പിന്നെ അതൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പുട്ടും കൂടി ആയിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇപ്പോഴേ തുടങ്ങി. വെളിയിൽ പോയി മുരിങ്ങയിലേക്ക് ഓടിച്ചു. അങ്ങനെ മുരിങ്ങയിലയുടെ ഇതിലൊക്കെ ഓരോന്നായിട്ട് പറിച്ചു കൊടുത്തപ്പോൾ അമ്മ നല്ല അടിപൊളിയായിട്ട് മുരിങ്ങയില തോരനൊക്കെ വെച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇലത്തോരൻ തിന്നുന്നത് വളരെ നല്ല കേട്ടോ, നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ. പിന്നെ ബീട്രൂട്ട് തോരനല്ല, ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റായ മുട്ട പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ തന്നെ പൊരിച്ചു. ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മുട്ടയും കൂടെ അങ്ങനെ പൊരിച്ച് വെച്ചതിന് ശേഷം ഇന്ന് പതിവില്ലാത്ത പോലെ കുറച്ചേറെ ചോറും എടുത്തു. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും മെഴുക്കുവരട്ടിയും അതിൻ്റെ കൂടെ മുരിങ്ങയിലത്തോരനും. പിന്നെ ഇത് മുളക് ചമ്മന്തി ആട്ടോ, മുളകും സബോളയും പിന്നെ നാരങ്ങാനീരും ഒക്കെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അടിപൊളി ചമ്മന്തി, അടിപൊളി ടേസ്റ്റ് ആട്ടോ ആ ഒരു ചമ്മന്തിക്ക്. പിന്നെ മുട്ട വറുത്തതും വെച്ചു. പിന്നെ തൈരും. നമ്മുടെ ചൂട് ചോറിലേക്ക് കുറച്ച് മുട്ടയും വെച്ച് ആ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, ആ മുളക് ചമ്മന്തിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് ചുമന്നിരിക്കുന്ന ബീട്രൂട്ടിൻ്റെയും ആ ഒരു മെഴുക്കുവരട്ടിയും തൈരും എല്ലാം കൂടി ഇളക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ. നോൺ വെജിനേക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴേക്കും പോപ്കോൺ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ ബട്ടർ ഇട്ടിട്ടാട്ടോ ഇങ്ങനെ പോപ്കോൺ ഉണ്ടാക്കിയത്. അത്ര ശരിയായില്ല, പക്ഷേ എങ്കിലും ഓക്കെ. അതും ആ ഒരു പോപ്കോണും പിന്നെ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ വൈകിട്ട് കുടിച്ചത്. ഇന്ന് ചായ കുടിച്ചില്ല. എന്നും ചായ കുടിക്കുന്ന അത്ര നല്ലതല്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് പാലാക്കി. പിന്നെ ഇന്ന് നൈറ്റിൽ പൂരിയും കിഴങ്ങ് കറിയായിരുന്നു. അപ്പം എന്നും ചോറാട്ടോ ഇവിടെ കഴിക്കുന്നത്. അത് കാരണം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് അമ്മ പറഞ്ഞു പൂരിയും കിഴങ്ങ് കറിയാക്കാന്ന്. അങ്ങനെ നൈറ്റ് തന്നെ പൂരിയും കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് പൂരിയും കിഴങ്ങ് കറി ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ വിശക്കും. ചോറ് കഴിച്ച് കിടന്നാലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ കഴിച്ച് ശീലിച്ചത് കാരണം. അപ്പം എന്നെപ്പോലെ ചോറ് നൈറ്റ് കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കൂടുതൽ ആൾക്കാർ നമുക്ക് ചോറ് നൈറ്റ് കഴിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം കുറച്ച് കഴിയുമ്പോൾ ചോറ് കുറച്ചുകൂടെ എടുത്ത് കഴിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്